ഇത് ഇപ്പോൾ കഴിഞ്ഞ KS എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. KS എക്സാം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം, ഡിഗ്രി ലെവലിൽ ഇപ്പോൾ കേരള PH നടത്തുന്ന ഏറ്റവും വലിയ എക്സാമാണ് KS എന്ന് പറയുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വസ്റ്റ്യൻസാണ് ചോദിച്ചിട്ടുള്ളത്. അതിലൊരു ക്വസ്റ്റ്യനാണ് ഇത്. എമർജൻസി എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, 4 സ്റ്റേറ്റ്മെൻറ്റാണ് ഉള്ളത്. നല്ല ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷേ ഇത് അറിയാവുന്നവരും അറിഞ്ഞൂടാത്തവരും ഒരുപാട് പേര് ഇതിന് ആൻസർ എഴുതിയിട്ടുണ്ട്. അതെങ്ങനെയാണ് എഴുതിയത്? അറിയാവുന്നവരാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് 4 സ്റ്റേറ്റ്മെൻറ്റും അറിയാമെങ്കിൽ ആൻസർ എഴുതാൻ പ്രശ്നമില്ല. ഇതിനെപ്പറ്റി വലിയ ധാരണ ഇല്ലാത്തവർ എങ്ങനെയായിരിക്കും ഈ ഒരു ആൻസർ എഴുതിയിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ക്വസ്റ്റ്യൻ വിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസർ എഴുതാനുള്ളൊരു സാധ്യത അവിടെ ഉണ്ടായിരുന്നു. അത് ജസ്റ്റ് ഒന്ന് പറയുന്നേ ഉള്ളൂ. ഓക്കെ, ഇതിൽ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ് അറിയാമെങ്കിൽ, വളരെ ബേസ് ആയിട്ടുള്ള ഒരു നോളജാണ്, ആ ഒരു നോളജ് അറിയാമെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. അതൊന്ന് പറയുന്നതാണ്. ഓക്കെ, ഓരോ സ്റ്റേറ്റ്മെൻറ്റായിട്ട് വായിക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വിത്ത് ദ പ്രൊക്ലമേഷൻ ഓഫ് ആർട്ടിക്കിൾ 358 ആർട്ടിക്കിൾ 19 വിൽ ബി ഓട്ടോമാറ്റിക്കലി സസ്പെൻഡഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, രണ്ടാമത് പറയുന്നത് വിത്ത് ദ പ്രൊക്ലമേഷൻ ഓഫ് ആർട്ടിക്കിൾ 359 ആർട്ടിക്കിൾ 19 വിൽ ബി ഓട്ടോമാറ്റിക്കലി സസ്പെൻഡഡ്. മൂന്നാമത് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണാലിറ്റി ഓഫ് എ ഡിക്ലറേഷൻ ഓഫ് എമർജൻസി ക്യാൻ ബി ക്വസ്റ്റ്യൻഡ് ഇൻ കോർട്ട്. ഓക്കെ, അതിൻ്റെ ഭരണഘടനാ സാധുത കോടതിയിൽ വേണമെങ്കിൽ ചോദ്യം ചെയ്യപ്പെടാം, അല്ലെങ്കിൽ കോടതിക്ക് അത് പരിശോധിക്കാം, ഇത് ശരിയാണോ, ഈ ഒരു നടപടി ശരിയാണോ എന്ന് പരിശോധിക്കാം എന്നാണ് പറയുന്നത്. ഈ ഒരു 3 സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുമ്പോഴും ചിലപ്പോൾ എല്ലാവർക്കും ഇത് അറിയണം എന്ന് ഉണ്ടായിരിക്കത്തില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കൺഫ്യൂഷൻ വരാം. നമ്മൾ 358 359 ഒന്നും ആഴത്തിലിറങ്ങി പഠിക്കണമെന്നില്ല. അങ്ങനെയുള്ള ഒരാൾക്ക് ഇതിനെപ്പറ്റി ധാരണ കാണത്തില്ല. നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ആർട്ടിക്കിൾ 360 ഹാസ് ബീൻ യൂസ്ഡ് 3 times സിൻസ് ഇൻഡിപെൻഡൻസ്. ഓക്കെ, ഇൻഡിപെൻഡൻസിന് ശേഷം 3 വട്ടം 360 യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആർട്ടിക്കിൾ 360 ഫിനാൻഷ്യൽ എമർജൻസി ആണ് എന്നറിയാവുന്ന ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ ഈ ഒരു ഫിനാൻഷ്യൽ എമർജൻസി ഇതുവരെയും ഇന്ത്യയിൽ പ്രഖ്യാപിച്ചിട്ടില്ല എന്നറിയാവുന്ന ഒരു വ്യക്തിക്ക് ഇതിൻ്റെ ആൻസർ എഴുതാൻ പറ്റും. ഈ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ് അറിയാമെങ്കിൽ എഴുതാൻ പറ്റും. ഞാൻ അത് പറയാനായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമുക്ക് നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. 360 പറയുന്നത് അത് ഫിനാൻഷ്യൽ എമർജൻസിയാണ്. അത് നമുക്കറിയാം, ഇതുവരേക്കും എന്ത് ചെയ്തിട്ടില്ല, പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പം നാലാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് തെറ്റാണ്. നമുക്ക് ഓപ്ഷൻ ഡി കട്ട് ചെയ്ത് കളയാലോ. നാലാമത്തെ ഓപ്ഷൻ വരുന്ന ഡി മാത്രമാണുള്ളത്. ഇനിയുള്ളത് 3 ഓപ്ഷൻസ് ആണുള്ളത്. ഓക്കെ, ഇനി നമുക്കിതിൽ എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നോക്കാം. 3 ഓപ്ഷനുണ്ട്. ഇനി നമുക്ക് ഉള്ള മറ്റൊരു ക്ലൂ എന്ന് പറയുന്നത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും പറയുന്നത് സെയിം കാര്യമാണ്. അതായത് ആർട്ടിക്കിൾ 19 എന്ത് ചെയ്യാൻ പറ്റും, സസ്പെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആർട്ടിക്കിൾ 19 സസ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് ഏതെങ്കിലും ഒരു ആർട്ടിക്കിൾ വെച്ചായിരിക്കുമല്ലോ. ആർട്ടിക്കിൾ 19 പല ആർട്ടിക്കിൾ വെച്ച് സസ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു ആർട്ടിക്കിൾ വെച്ചായിരിക്കും അത് സസ്പെൻഡ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഒന്നെങ്കിൽ അത് 358 ആയിരിക്കും, അല്ലെങ്കിൽ അത് 359 ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഓപ്ഷനിലോട്ട് പോവാം. ഇതിലേതാണ് ശരി എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ 3 ഓപ്ഷൻ എടുക്കുമ്പോഴും നമ്മൾ ഓൾറെഡി ഒരു ഓപ്ഷൻ കട്ട് ചെയ്ത് കളഞ്ഞു. ഈ 3 ഓപ്ഷൻ എടുക്കുമ്പോഴും അതിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? ഒന്നാമത്തെ ഓപ്ഷൻ, അതായത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്തായാലും ശരിയായിരിക്കും. കാരണം 3 ഓപ്ഷനിൽ അത് ഉണ്ട് എന്നുള്ളത് കൊണ്ട് അത് ഉറപ്പായിട്ടും ശരിയായിരിക്കും. അപ്പോൾ 1 ശരിയാണ്, ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ് എന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഒന്നാമത്തെ ശരിയാണ്. അങ്ങനെയാണെങ്കിൽ 2 തെറ്റായിരിക്കില്ലേ? കാരണം ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്ന അത് തന്നെയാണ് എവിടെയും പറയുന്നത്, 2ലും പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരി, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പോൾ 2 ഓപ്ഷൻ നമുക്ക് കട്ട് ചെയ്ത് കളയാമല്ലോ. എ ഓപ്ഷനിൽ 2 ഉണ്ട്, സി ഓപ്ഷനിലും 2 ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട്. ബി ആണ് ഉത്തരം. മൂന്നാമത്തെ ഓപ്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് പോലും നമുക്കറിയത്തില്ല, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. ഇനി ഇതിലെ സ്റ്റേറ്റ്മെൻറ്റ് ഓരോന്നായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 358 പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ 19, അതായത് ഫണ്ടമെൻ്റൽ ഫ്രീഡംസ് സസ്പെൻഡ് ചെയ്യപ്പെടുന്നത്. 359 എന്താണ് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 20, 21 എന്നിവ ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ ഫണ്ടമെൻ്റൽ റൈറ്റ്സും സസ്പെൻഡ് ആകുന്നത് ആർട്ടിക്കിൾ 359 പ്രകാരമാണ്. പിന്നീട് ഈ ഒരു ഡിക്ലറേഷൻ, എമർജൻസി ഡിക്ലറേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കോർട്ടിന് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. അത് 94 ബൊമ്മൈ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ അത് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളതാണ്. പിന്നീട് 360 ഫിനാൻഷ്യൽ എമർജൻസിയാണ്. അത് ഇതുവരേക്കും പ്രഖ്യാപിച്ചിട്ടില്ല, ഇന്ത്യയിൽ പ്രഖ്യാപിച്ചിട്ടില്ല.